ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 8. പരമപദപ്രാപ്തി. ശ്ലോകം 22, പേജ് നമ്പർ 456. പുരുഷ സപരം പാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്തഃസ്ഥാനി ഭൂതാനി യേന സർവമിദം തതം. പദാനുപദം. പാർത്ഥ, ഹേ പാർത്ഥ, ഭൂതാനി ഭൗതിക പ്രപഞ്ചം, യസ്യ യാതൊരുവൻ്റെ, അന്തഃസ്ഥാനി അന്തർഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്നവയാകുന്നു, യേന യാതൊരുവനാൽ, ഇതം സർവം ഇതു മുഴുവനും, സർവജഗത്തും, തതം വ്യാപ്തമായിരിക്കുന്നു, പരം മറ്റാരേക്കാളും മഹത്തരമായ, സഹ പുരുഷ തു ആ പരമപുരുഷനാകട്ടെ, അനന്യയാ അനന്യമായ ഏകാഗ്രമായ, ഭക്ത്യാ ഭക്തിയാൽ, ലഭ്യഃ ലഭിക്കുന്നു ലഭ്യനാകുന്നു. വിവർത്തനം. ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപ്യനാണ് സർവരിലും മഹത്തമനായ ആ പരമദിവ്യോത്തമ പുരുഷൻ. സ്വധാമസ്ഥനെങ്കിലും സർവവ്യാപിയും സർവത്തെയും ഉൾക്കൊള്ളുന്നവനുമാണ് അദ്ദേഹം. ഭാവാർത്ഥം. എവിടെ നിന്ന് തിരിച്ചുവരവില്ലയോ ആ പരമപദമാണ് പുരുഷോത്തമനായ കൃഷ്ണൻ്റെ ലോകമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ആനന്ദ ചിന്മയരസ എന്നാണ് ആധ്യാത്മികാനന്ദപൂർണമായ ഈ സ്ഥാനത്തെ ബ്രഹ്മസംഹിത വിശേഷിപ്പിക്കുന്നത്. അവിടെ കാണാവുന്ന വർണ്ണവിശേഷങ്ങൾക്കെല്ലാം ഒരേ ഗുണമാണ് ആധ്യാത്മികാനന്ദം. അവിടെ ഒന്നും ഭൗതികമായിട്ടില്ല. അതുകൊണ്ട് ഭഗവാന്റെ ആത്മീയ വിസ്തരണങ്ങളെപ്പോലെ തന്നെയാണ് അവിടെയുള്ള വൈവിധ്യമാർന്ന വിസ്തരണങ്ങളും. 7-ാം അധ്യായത്തിൽ വിവരിച്ചതുപോലെ അവിടുത്തെ എല്ലാ ആവിർഭാവങ്ങളും സമ്പൂർണമായും ആധ്യാത്മിക ശക്തിയുടേതാണ്. ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എപ്പോഴും തൻ്റെ പരമധാമത്തിലാണെങ്കിലും ഭൗതിക ശക്തിയാൽ അവിടുന്ന് സർവവ്യാപിയായിരിക്കുന്നു. ഭൗതികവും ആത്മീയവുമായ ലോകങ്ങളിൽ തൻ്റെ ഭൗതികവും ആത്മീയവുമായ ശക്തികളിലൂടെ അദ്ദേഹം സർവവ്യാപിയാണ്. ഏതൊന്നും അദ്ദേഹത്തിൽ
തൻ്റെ ആധ്യാത്മികമോ ഭൗതികമോ ആയ ശക്തിയിൽ നിലനിന്നു പോരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. യസ്യാന്തസ്ഥാനി എന്ന പദം ഈ ദ്വിവിധ ശക്തികളാൽ ഭഗവാൻ സർവവ്യാപിയാകുന്നു. കൃഷ്ണൻ്റെ പരമപദത്തിലോ എണ്ണമറ്റ വൈകുണ്ഠ ഗ്രഹങ്ങളിലോ എത്തിച്ചേരാൻ ഭക്തി കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് ഊന്നിപ്പറയുന്നു. ഭക്ത്യ എന്ന പദം പരമപദം പൂകാൻ മറ്റൊന്നും സഹായകരമാവില്ല. വൈദിക ശാസ്ത്രത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട്: ഏകോ വശീ സർവഗഃ കൃഷ്ണ. ഗോപാലതാപന്യുപനിഷത്ത് 3:2. പരമധാമത്തിൽ ഒരു ഭഗവാൻ മാത്രമാണുള്ളത്. അവിടുത്തെ പേരാണ് കൃഷ്ണൻ. അത്യന്തം കാരുണ്യവാനാണ് അദ്ദേഹം. ഏകനാണെങ്കിലും കൃഷ്ണൻ പരസഹസ്രം പൂർണ്ണ വിസ്തരണങ്ങൾ കൈക്കൊള്ളുന്നു. മാറി മാറി വരുന്ന അസംഖ്യം ഇലകളും വിവിധ പുഷ്പഫലങ്ങളും ചുമന്ന് നിശ്ചലമായി നിലകൊള്ളുന്ന ഒരു വൃക്ഷത്തോട് ഭഗവാനെ വേദങ്ങൾ ഉപമിച്ചിട്ടുണ്ട്. വൈകുണ്ഠ ഗ്രഹങ്ങളിൽ ആധിപത്യം വഹിക്കുന്ന ഭഗവാന്റെ പൂർണ്ണ വിസ്തരണങ്ങളായ ചതുർഭുജമൂർത്തികൾ പുരുഷോത്തമൻ, ത്രിവിക്രമൻ, കേശവൻ, മാധവൻ, അനിരുദ്ധൻ, ഋഷികേശൻ, സംകർഷണൻ, പ്രദ്യുമ്നൻ, ശ്രീധരൻ, വാസുദേവൻ, ദാമോദരൻ, ജനാർദ്ദനൻ, നാരായണൻ, വാമനൻ, പത്മനാഭൻ എന്നിങ്ങനെ വിവിധ നാമങ്ങളാലാണ് അറിയപ്പെടുന്നത്. ഭഗവാൻ സദാ ഗോലോക വൃന്ദാവനമെന്ന ഉത്കൃഷ്ടധാമത്തിലാണെങ്കിലും സർവവ്യാപിയാകയാൽ എല്ലാം ഭംഗിയായി നടക്കുന്നു. ഗോലോക ഏവ നിവസത്യഖിലാത്മഭൂതഃ. ബ്രഹ്മസംഹിത 5:37. പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത്തെ സ്വാഭാവികീ ജ്ഞാനബലക്രിയാ ച. ശ്വേതാശ്വതരോപനിഷത്ത് 6:8. ഭഗവാൻ വിദൂരസ്ഥനാണെങ്കിലും ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടിയും കുറ്റമറ്റ വിധത്തിലും നടത്തിക്കൊണ്ടു പോകാൻ തക്കവണ്ണം ബൃഹത്താണ് അവിടുത്തെ ശക്തിവിശേഷങ്ങൾ. ഹരേ കൃഷ്ണ.